സമയം കിട്ടിയപ്പോൾ നാട്ടിലോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരീം ടാക്സി എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിലെത്തി വിമാനത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് വിമാനം 2 മണിക്കൂർ വൈകുക. അതും വിമാനത്തിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഇരുന്നിട്ട് സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ചില നഗ്ന സത്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ആരെങ്കിലും വിമാനത്തിലിരുന്ന് സ്ലൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ കാല് കൊണ്ട് തൊഴിച്ച് തറയിലേക്ക് കളയുക. ആരെങ്കിലും സീറ്റ് റീക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ തല അടിച്ച് പൊട്ടിക്കുക. പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൻ്റെ ഡോറ് തുറന്ന് പുറത്ത് ചാടുക. ഇനി എന്തെങ്കിലും എമർജൻസി വന്നാൽ സ്ലോ മോഷനിൽ ഇറങ്ങി നടന്നു വരിക. അതുപോലെ തന്നെ ജനാലയിലൂടെ നോക്കുമ്പോൾ ഉൾക്കകൾ കത്തുന്നത് കാണാൻ സാധിക്കും. വിമാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോട്ടുള്ള സാധനങ്ങളെല്ലാം സെർച്ച് ചെയ്തെല്ലാം നോക്കിയപ്പോൾ വെറും 5 മിനിറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഉണ്ട് സമയം. 2 മണിക്കൂറെന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ് സാർ. ചില മാമന്മാർ കുൽസിതമായി അടിയുണ്ടാക്കാൻ പോയെങ്കിലും ഒന്നും നടന്നിട്ടില്ല. അവസാനം 2 മണിക്കൂറിന് ശേഷം വിമാനം പുറപ്പെടാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. 1:36 10 മണിക്ക് പുറപ്പെടേണ്ടതാണ്. അപ്പോൾ പിന്നെ വിമാനം പൊങ്ങി. അബുദാബിയുടെ മുകളിലൂടെ വിമാനം പോകുന്നത് കാണാൻ പ്രത്യേകതരം മനോഹാരിത അനുഭവപ്പെടുന്നുണ്ട്. സ്ക്വയർ ടൈപ്പിലാണല്ലോ അബുദാബി കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പറന്ന് രാത്രി എത്തേണ്ട വിമാനം അതിരാവിലെ 7 മണിക്ക് ശേഷമാണ് എത്തിയിരിക്കുന്നത്. ആകാശ കാഴ്ചയിലൂടെ നേരെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഞാൻ ചെന്ന് പതിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെന്നിറങ്ങി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഒടുവിൽ വണ്ടി അങ്ങോട്ട് പോയി പാർക്ക് ചെയ്തു. അപ്പം ശരി.